hit me like I be like why you അവളുടെ ചുടികളിൽ സാധാരണ മായാതെ വിടർന്നു നിൽക്കും ഒരു നറു പുഞ്ചിരി. ധരൻ നീട്ടിപ്പിടിച്ച കടലാസ് താളുകളിലേക്ക് വൃദ്ധ ആശങ്കയോടെ നോക്കി. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനാണ്, അതിൽ സൈൻ ചെയ്യണം. നീ വന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബാധ്യതയാവാൻ പാടില്ല. ചിലപ്പോ പോകെ പോകെ പല്ലാവൂരിലെ രാജ്ഞിപട്ടത്തിന്റെ സുഖത്തിൽ നീ എല്ലാം മറന്നാലോ. പരിഹാസ മുനുകളിൽ തട്ടി ഹൃദയമൊന്നും നൊന്തു. ചിരിയോടെ പേപ്പർ വാങ്ങി മറുത്തൊന്നും പറയാതെ സൈൻ ചെയ്ത് നൽകുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അമ്പരപ്പിന്റെ ഒളികൾ മിന്നി. നിഷേധിക്കുമെന്ന് ഓർത്ത് കാണണം. തിരികെ മുറിവിട്ട് പോവാനൊരുങ്ങി. നിൽക്ക്. തിരിഞ്ഞു നോക്കാതെ തന്നെ വാതിൽപ്പള്ളിയിൽ നിന്നു. എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്നാൽ ഒരു ശരീരം മാത്രമാണ്. ആ കൂട്ടത്തിലാ നീയും. അമിത പ്രതീക്ഷകൾ വെക്കരുത് ഒന്നിനോടും. ഒരാൾക്ക് ഇത്രമേൽ തരം താഴാൻ കഴിയുമോ? അവളുടെ കാൽനഖങ്ങൾ പോലും കോപത്താൽ വിറച്ചു. ആ കൂട്ടത്തിൽ താരമയടക്കം സ്വന്തം അമ്മയും പെങ്ങളും പെടുമായിരിക്കും അല്ലേ മിസ്റ്റർ ധരൻ സഞ്ജയ്? അമർഷത്തോടെ അതിലുപരി പരിഹാസത്തോടെ അവളുടെ നാവുകൾ ചലിച്ചു. അടുത്ത നിമിഷം അവൾക്ക് നേരെ പാഞ്ഞു വന്ന ധരന്റെ ബലിഷ്ഠമായ കൈകൾ ഇരു കവിളിലും മാഞ്ഞു പതിച്ചു. കരഞ്ഞില്ല. കല്ലിച്ച മനസ്സിൽ ഇനി എവിടെ കണ്ണുനീർ. വീണ്ടും അവൾ പുച്ഛത്തോടെ ചിരിച്ചു. മുടിക്കുത്തിൽ അമർത്തി പിടിച്ച് ഊക്കോടെ തള്ളി. അവൾക്ക് നോവുന്നു, പൊട്ടിക്കരയാൻ തോന്നുന്നു. തോൽക്കാൻ മനസ്സിലാതെ വാശിയോടെ നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഭിത്തിയിൽ ചാരി. അവളുടെ കൂസലില്ലായ്മയിൽ അവന്റെ രക്തം തിളച്ചു. പാഞ്ഞു വന്ന് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. തോന്നിവാസം പറഞ്ഞ കൊന്ന് തള്ളുന്നിന്. കണ്ണുകൾ തുറിച്ചു. ശ്വാസം പിടയുന്നു. ഇനി നോവിച്ച കൊന്നേക്കണേ, അല്ലെങ്കിൽ സ്വയം മരിക്കാൻ പേടിയില്ല ഈ വൃന്ദക്ക്. പിടിയായഞ്ഞു ശക്തമായി ചുമച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. ഭിത്തിയിൽ ശക്തമായി ധരൻ തന്നെ മുഷ്ടിയുരുട്ടി പ്രഹരിക്കുന്നു. ആരോടോ ഉള്ള ദേഷ്യം പോലെ. പലതവണ വലതു പുറം കൈയിൽ നിന്ന് ചോരയിട്ട് വീണിട്ടും ഭ്രാന്തനെ പോലെ വിറക്കുന്നു. ഒരു വേള അവളും ഭയപ്പെട്ടുപോയി. ധരന്റെ ഇത്തരം ഒരു മുഖം വൃന്ദ ആദ്യമായി കാണുകയായിരുന്നു. പിന്നിലൂടെ അവരെ അവൾ ഇറുക്കെ പുണർന്നു. ആ മുതുകിൽ തല ചേർത്ത് നിന്നു. നിർത്തു എന്നൊരു യാചനയായിരുന്നത്. ശബ്ദമുഖരിതമായിരുന്ന മുറിക്കുള്ളിൽ ശാന്തതയുടെ കാറ്റ് വീശി. അടുത്ത നിമിഷം ധരനും അവളെ വാരിപ്പുണർന്നു. ചുംബനങ്ങളുടെ പെരുമഴയിൽ കുളിച്ചു നിന്നു ഇരുവരും. ഇയാൾക്ക് ഭ്രാന്താണ് എന്ന തോന്നലും ഇടക്ക് വൃന്ദയെ സന്ദർശിച്ചു. ഉടലിൽ നിന്ന് നടന്നു മാറുന്ന വസ്ത്രങ്ങൾ, വിയർപ്പിലൊട്ടുന്ന ശരീരങ്ങൾ, ഒരു പ്രണയിനിയോടെന്ന പോലെ സ്നേഹം മാത്രം മലിഞ്ഞു ചേരുന്ന ചെറു ചുംബനങ്ങൾ, കരലാളനങ്ങൾ. സൂര്യന്റെ താപത്താൽ കത്തിയേരുന്ന പകലിൽ വീണ്ടും ആ ഇണയരണ്യങ്ങൾ തൂവൽ പൊഴിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു സായാഹ്നത്തിൽ ധരൻ താരമ്മയോട് യാത്ര പറഞ്ഞു. ഒരു നോക്ക് കാണാൻ അവൾ ഉമ്മറത്തേക്ക് ഓടി വരും മുന്നേ അകന്നു പോകുന്ന കാറിന്റെ ശബ്ദം കണ്ണുകളെ നിറച്ചു. എന്തെന്നില്ലാത്തൊരു സങ്കടം. ഒരു നോക്കിലൂടെയെങ്കിലും യാത്ര പറയാമായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് മുന്നറിയിപ്പ് തന്നിട്ടും ഹൃദയം എന്തേ അനുസരിക്കാത്തത്? ധരൻ എന്ന തടവറയിൽ നിന്നൊരു മോചനം എന്തേ ലഭിക്കാത്തത്? അറിയില്ല. ദിനങ്ങൾ ഓരോന്നും എത്ര വേഗമാണ് അടർന്നു വീഴുന്നത്. 1 മാസം പിന്നിട്ടു. ആ ശബ്ദമൊന്ന് കേൾക്കാൻ ഹൃദയം കൊതിക്കുന്നു. മറന്നു കാണും ഈ വൃന്ദയെ. ഓർക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. അയാൾക്ക് മുന്നിൽ ശരീരം കാഴ്ചവെച്ചവൾ. അത് മാത്രമല്ലേ? എന്നാൽ തനിക്ക് അങ്ങനെയാണോ? കാലമേ, മറുപടി തരാതെ ഈ കണ്ണീർ തോരുമോ എന്നറിയില്ല. ഒരിക്കൽ അവൾ അറിഞ്ഞു തന്റെ ഗർഭപാത്രത്തിൽ പൂത്ത ചോരയുടെ തുടിപ്പുകളിൽ. ഉള്ളറിഞ്ഞ് ചിരിച്ചു, പിന്നെ കരഞ്ഞു, സന്തോഷിച്ചു. താരമയായിരുന്നു ഒരു പക്ഷേ അവളേക്കാൾ സന്തോഷിച്ചത്. മോള് തന്നെ അവനെ വിളിച്ച് പറയണം, ഞാൻ പറയില്ല കേട്ടോ. ചിരിയോട് അവളെ ചേർത്ത് പിടിച്ച് പച്ചമാങ്ങയുടെ കഷ്ണങ്ങൾ വായിലേക്ക് വെച്ചു കൊടുത്തവർ. ഹൃദയം തുടികൊട്ടുന്നു. ഈ കാത്തിരിപ്പിന് അവസാനം ഒരു സന്തോഷ വാർത്ത തന്നെ നല്ല ബാധിക്ക് നൽകാമെന്നത് അവളെയും ആഹ്ലാദിപ്പിച്ചു. നീണ്ട ബെല്ലുകൾക്കൊടുവിൽ ധരൻ ഫോണെടുത്തു. മറുതൽക്കിൽ വൃന്ദയുടെ ശബ്ദം കേട്ടതും അയാളുടെ കണ്ണുകൾ വിടുന്ന പോലെ, ചുണ്ടിൽ ചിരി വിരിഞ്ഞ പോലെ. നീണ്ട നേരത്തെ നിശബ്ദത. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ശാന്തമായിരുന്ന ആ സ്വരം വൃന്ദ ആശ്ചര്യപ്പെട്ടു. ഇനി ഇവിടേക്ക് എന്നാ വരണേ? എന്തേ, കൂടെ കിടന്ന് സുഖിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു നിമിഷം തന്നെ ആരോ ചെളിക്കുണ്ടിൽ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടിക്കുന്ന പോലെ. കണ്ണുകൾ നിറഞ്ഞു. എങ്കിൽ ചുണ്ടിൽ ആ നിമിഷവും പുഞ്ചിരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വാക്കുകളൊന്നും ഇടറി. ഇത്രയും ക്രൂരനാണോ നിങ്ങൾ? നിങ്ങളുടെ കുഞ്ഞിനെ ചുമക്കുന്ന ഉദരമാണ് എന്റേത്. സ്നേഹിക്കില്ലെങ്കിലും ഇങ്ങനെ വാക്കുകളാൽ കുത്തി കൊല്ലാതിരുന്നൂടെ? വൃന്ദയുടെ ഉള്ളം പരിഭവം കൊണ്ടെന്ന പോലെ നിശബ്ദമായി കേണു. ദേ നോക്ക്, ഇനി മേലിൽ തന്നെ വിളിക്കരുത്. നിന്നെ പോലെ ഒരുത്തിയും ചുമക്കാൻ ധരന് പണ്ടേ താല്പര്യമില്ല. ഫോൺ വെച്ചിട്ട് പോടി. മുഖം പൊത്തി ഏങ്ങളടിച്ച് കരഞ്ഞു. മറുതലകൾ ഫോൺ കട്ടായതും ധരന്റെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു. ഹേയ് ധരൻ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയുടെ സാരി തുമ്പിലെ കെട്ടഴിച്ചില്ലേ ഇതുവരെയും? അഞ്ജലിയുടെ വാക്കുകളിൽ പരിഹാസവും അവന് തന്റെ വരികിലെത്തിക്കാനുള്ള തന്ത്രവും മുഴച്ചു നിന്നു. നിർത്തടി, ഇത് ധരനാണ്.
ഓരോ വാക്ക് അളന്നു മുറിച്ച് വേണം പറയാൻ. കൂൾ ഡൗൺ യാ. ഇന്നത്തെ ദിവസം മറന്നോ സാർ? മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച കൂടണ്ടേ നമുക്ക്? റൂം നമ്പർ 109 കാത്തിരിക്കും. അഞ്ജലിയുടെ വാക്കുകളിൽ ധരന്റെ മനസ്സ് അസ്വസ്ഥമായി. ഒടുവിൽ ആ ചുണ്ടിലൊരു വഷണം ചിരി വിടർന്നു. ഇരുട്ട് വീണു. പ്ലാസ ലാൻഡ് എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ഇടനാഴിയിലൂടെ ധരൻ നടന്നു ചെന്ന് വാതിൽ മുട്ടി. എനിക്കറിയാമായിരുന്നു താൻ വരുമെന്ന്. ഒരു കിളുന്ത് പെണ്ണ് വിചാരിച്ചാലൊന്നും നിന്റെ പ്രാന്തിനെ തളക്കാൻ കഴിയില്ലെന്ന് ഉറപ്പല്ലേ? അവൾ ചിരിച്ചു. പക്ഷേ എന്തിനെന്നറിയാതെ ധരന്റെ മനസ്സിലൊരു വീർപ്പുമുട്ടൽ. ഷർട്ടിന്റെ ആദ്യ ബട്ടണുകൾ വശ്യമായ ചിരിയോടെ അഴിച്ചെടുത്ത് രോമാവൃതമായ നെഞ്ചിൽ അവൾ ചുംബിച്ചു. ചുണ്ടുകൾ കഴുത്തിലൂടെ ഇഴഞ്ഞ് അവന്റെ അതിരങ്ങളിൽ എത്തിയിട്ടും ചലനമില്ലാതെ തന്നെ പുണരാതെ നിൽക്കുന്ന ധരന്റെ കൈകൾ. അവൾ ആശങ്കയോട് അടന്നു മാറി. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്നു. കവിളിൽ നാടപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ചുണ്ടിൽ എപ്പോഴും ചിരിയുള്ള ആ കൊച്ചു പെണ്ണിന്റെ മുഖം കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നു. അവളുടെ കൊഞ്ചലും വളകിലിക്കവും ചന്ദനത്തിന്റെ മണവും. വിഷഞ്ഞെണ്ടിനെപ്പോൾ തന്നിൽ എഴുന്ന അഞ്ജലിയുടെ കൈകൾ ഭ്രാന്തമായി കുടഞ്ഞെറിഞ്ഞ് ധരൻ അലറി. അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടി തുടിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ മുരണ്ടു. ധരനെ തേടി നീരി വന്ന ഒന്ന് തള്ളും കേട്ടോടി. വാതിൽ വലിച്ചടിച്ച് പുറത്തേക്ക് കുതിക്കുന്ന അവന്റെ ശരീരം എന്തിനെന്നില്ലാതെ വിറയ്ക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കണ്ണടച്ച് കിടന്നു. ആരോടെല്ലാമോ അമർഷം തോന്നുന്നു. എന്താ താൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എനിക്ക് എന്താ സ്നേഹിക്കാൻ അറിയാത്തത്? വേണ്ട, പുതിയതൊന്നും വേണ്ട ഈ ധരന്റെ ജീവിതത്തിൽ ഇനി. ചിന്തകളുടെ ഉൾക്കാട്ടിനുള്ളിൽ വഴി തേടി അലയുന്ന മനസ്സുമായി ധരൻ കണ്ണുകൾ അടച്ചു.